ഏഴാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. فإذا برق البصر فإذا برق البصر. فإذا എന്നാൽ ആയാൽ, ബരിഖ അഞ്ചിപ്പോയി, കണ്ണഞ്ചിപ്പോവുക. ഫഇദാ ബരിഖ എന്നാൽ അഞ്ചിപ്പോയാൽ, അൽ ബസർ കണ്ണ്, കാഴ്ച. ഫഇദാ ബരിഖൽ ബസർ കണ്ണുകൾ കല്ലിച്ചു പോയാൽ, ദൃഷ്ടികൾ മൂടിപ്പോയാൽ, ഇരുളടഞ്ഞു പോയാൽ എന്നൊക്കെയാണ്. ബരിഖ യബ്റഖു ഭയത്താൽ കണ്ണ് തുറിച്ചു പോവുക, മിഴിച്ചിരിക്കുക, സ്തബ്ധമാവുക, വിരണ്ടു പോവുക എന്നൊക്കെയുള്ള ആശയമുണ്ട്. ബരിഖൽ ബസർ കൺ തുറിക്കുക എന്നാണ്. ഒന്നും കാണാത്ത അവസ്ഥയിൽ കണ്ണിൽ ഇരുട്ട് കയറി എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ഉണ്ടാവുക. ബരിഖ ബർക്ക് നമുക്കറിയുന്ന വാക്കാണ്, മിന്നലാണ്. മിന്നൽ പിണരിനാൽ കണ്ണഞ്ചിപ്പോവുക. ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പോകും. ലാ യർത്തദ്ദു ഇലൈഹിം തൊർഫുഹും അവരുടെ കണ്ണുകൾ അവരിലേക്ക് മടങ്ങി വരാത്ത അവസ്ഥ. സൂറത്ത് ഇബ്രാഹിമിൽ നമ്മൾ പഠിച്ചാൽ കണ്ണുകൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ. അബ്സാറുഹ ഖാശിഅ ഖുശ്അൻ അബ്സാറുഹും തശ്ഖസു ഫീഹിൽ അബ്സാർ, ഇങ്ങനെ പല പ്രയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ മനുഷ്യൻ ഭയവിഹ്വലനായി പോകും. പിന്നെയോ പ്രപഞ്ചത്തിൽ അതിനെ തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് 8, 9 സൂക്തങ്ങൾ. വഖസഫൽ ഖമർ വജുമിഅശ് ശംസു വൽ ഖമർ. വഖസഫൽ ഖമർ, വഖസഫ കെട്ടുപോവുകയും അഥവാ ഇരുളടയുകയും ചെയ്താൽ, അൽ ഖമർ ചന്ദ്രൻ. വഖസഫ കെട്ടുപോവുകയും ഇരുളടയുകയും ചെയ്താൽ, അൽ ഖമർ ചന്ദ്രൻ. അവിടെ വഖസഫ എന്ന് പറയുമ്പോൾ ഫഇദ എന്ന് ആദ്യം പറഞ്ഞ വാചകം ഉണ്ടല്ലോ, ഫഇദ ബരിഖൽ ബസർ എന്നതിലെ ഫഇദ ചേർത്ത് പറയണം. ഫഇദ ഖസഫൽ ഖമർ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചന്ദ്രൻ കെട്ടുപോവുകയും അണഞ്ഞു പോവുകയും ചെയ്താൽ എന്നാണ്. അത് അടുത്ത ഘട്ടാണ്. പിന്നെയോ വജുമിഅ ശംസു വൽ ഖമർ, വജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ, അശംസ് സൂര്യൻ, വൽ ഖമർ ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ. ജമഅ ഒരുമിച്ച് കൂടി, ജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അശംസു വൽ ഖമർ വളരെ ഗൗരവതരമായ സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഖസഫ യഖ്സിഫു താഴ്ന്നുപോയി എന്നാണ് അർത്ഥം. ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് നേരത്തെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഖസഫൽ ഖമർ ചന്ദ്രഗ്രഹണം ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് പൊതുവെ പ്രയോഗിക്കുക. ഭൂമിയുടെ നിഴല് ചന്ദ്രനെ മൂടിക്കളയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുസൂഫ് ചന്ദ്രഗ്രഹണമാണ്. ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ലോകത്ത് സംഭവിക്കുന്ന ഗ്രഹണമാണോ? അതല്ല, ഇത് അസാധാരണ ഗ്രഹണമാണ്. ചന്ദ്രനിലെ വെളിച്ചം സൂര്യ വെളിച്ചത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു, ചന്ദ്രൻ അതിനെ പ്രതിഫലിപ്പിക്കുന്നു. അത് ഏറ്റുവാങ്ങിയിട്ട് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രൻ അണഞ്ഞു പോകണമെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കും? ആദ്യം സൂര്യൻ അണഞ്ഞു പോയിരിക്കും എന്ന് മനസ്സിലാക്കണം. ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ, അതിൻ്റെ വെളിച്ചം മൂടപ്പെട്ടു പോയാൽ എന്നുണ്ടല്ലോ. അപ്പൊ സൂര്യൻ അണയുമ്പോഴാണ് ചന്ദ്രന് ഈ അവസ്ഥ വരുന്നത് എന്ന് മനസ്സിലാക്കാം. അതിലേറെ ഭയാനകമാണ് വജുമിഅ ശംസു വൽ ഖമർ, സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്നത്. അന്ത്യനാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വ്യത്യസ്ത ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സൂര്യചന്ദ്രന്മാര് നില തെറ്റിയിട്ട് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യമായിരിക്കാം അത്. അന്ത്യനാളിൻ്റെ ആദ്യപടിയായിട്ട് ലോകഘടന താളം തെറ്റുന്നതിൻ്റെ, തകിടം മറിയുന്നതിൻ്റെ ഒരു വർണ്ണനയായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. സൂര്യചന്ദ്രന്മാർ ഒരുമിക്കുന്നത് എങ്ങനെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ചന്ദ്രൻ ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് സൂര്യനിൽ ചെന്ന് പതിക്കുന്നതാവാം, അങ്ങനെ ഒരുമിക്കുന്നതാകാം. മറ്റൊരാശയം, സൂര്യനും ചന്ദ്രനും ഒരേ സമയം പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്നാകാം. ഭൂമിയുടെ ചലനം
വിപരീത ദിശയിലാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മാറ്റമാകാം. ഇങ്ങനെ പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. യഥാർത്ഥത്തില് ഈ പ്രയോഗത്തെ എങ്ങനെ കാണുന്നതാ നല്ലത്? മുതശാബിഹാത്തിൽ ഉൾപ്പെടുത്തുന്നതാ നല്ലത്, അല്ലേ? പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരാശയം, എന്നാൽ മൊത്തത്തിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ നിലവിലുള്ള ഘടനയിൽ മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അതിന്റെ പ്രായോഗികത എന്താണ് എന്നത് അള്ളാഹുവിനെ അറിയുള്ളൂ. നിലവിലുള്ള ഈ ലോകക്രമവുമായി ബന്ധപ്പെട്ടാണല്ലോ മനുഷ്യൻ അറിഞ്ഞിരിക്കുന്ന ശാസ്ത്രം. അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാണോ? അല്ല, നിഗമനങ്ങളാണ്. എന്നാൽ യാഥാർത്ഥ്യം അള്ളാഹുവിനെ അറിയുള്ളൂ. ഇവയെ സൃഷ്ടിച്ച അതേ അള്ളാഹുവിന് ഇവയെ താളക്രമം തെറ്റിച്ചുകൊണ്ട് മറ്റൊരവസ്ഥയിൽ ആക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇഹലോകത്ത് വെച്ച് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം ഗ്രഹിക്കുക എന്നത് പ്രയാസകരമായിരിക്കും. ഏതായാലും ആ ഭീകര ദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഖിയാമത്തിന്റെ വളരെ ചെറിയ ലഘുവായ വിവരണം മാത്രമാണ്, ഒട്ടേറെ ലക്ഷണങ്ങളിൽ ചിലത് മാത്രം. ഇനിയുള്ള സൂറകളിൽ കൂടുതൽ പരാമർശങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇത്തരം സൂക്തങ്ങളുടെ ആശയങ്ങളെ ആവിഷ്കരിക്കാൻ ഭാഷ അശക്തമായി പോകുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശാസ്ത്രലോകത്തിന് ഇന്ന് ഇതിനെ വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്താൻ പോലും ഒരുപക്ഷെ പ്രയാസമായിരിക്കും. അപ്പൊ ചിലർ പറഞ്ഞേക്കും, ഈ ഖുർആനിൽ എന്തൊക്കെയാ എഴുതി വച്ചിരിക്കുന്നത്, അത് മറ്റൊരു തിരിച്ചറിവില്ലായ്മയാണ് എന്നും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുമ്പോൾ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? എവിടെ ഖിയാമത്ത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ സമയമായി കഴിയുമ്പോൾ വെപ്രാളപ്പെട്ട് നിസ്സഹായനായി പോകുന്നത് കാണാം. അതാണ് 10ാമത്തെ സൂക്തത്തിലെ പരാമർശം. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. യഖൂൽ പറയും, അൽ ഇൻസാൻ മനുഷ്യൻ, യൗമഇദിൻ അന്നേ ദിവസം, ഐന എവിടെയാണ്, അൽ മഫർ ഓടി ഒളിക്കാനുള്ള ഒരു ഇടം എവിടെ എന്നയാള് വിളിച്ചു വിലപിക്കും. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം എവിടെ എന്ന് അന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ഗുരുതരമായ സാഹചര്യമാണ് പിന്നെ അവിടെ രൂപപ്പെടുന്നത്, അല്ലെ? മഫർ എന്ന വാക്കിന് അഭയസ്ഥാനം എന്നാണ് ഇവിടെ ഉദ്ദേശം. മഫർ അഭയം, അഭയസ്ഥാനം എന്ന് പറയാം. അൽ ഫിറാർ അഭയം തേടിയുള്ള ഓട്ടമാണ്. ഫർറ യഫിറു വിരണ്ട് ഓടി ഒളിക്കുക എന്നതാണ്. ആര് സഹായിക്കും? ആരാണ് സഹായിക്കുക? സകലരും നാഥന്റെ കോടതിയിലാണ്. കോടതിയിൽ സമ്മേളിക്കേണ്ട ദിനമാണ്. ആർക്കും രക്ഷയില്ല, ആർക്കും ആരെയും സഹായിക്കാനും സാധ്യമല്ല. ഖിയാമത്തിന്റെ അതിഭയാനകമായ ഒരു രംഗമാണത്. അള്ളാഹുവിൽ നിന്ന് ലജ്ജയാൽ ഓടി ഒളിക്കുക എന്നതാണ് ഐനൽ മഫർ. എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ സാന്നിധ്യമാണ്, ചൈതന്യമാണ്. അത് ബോധ്യപ്പെടുകയാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഈ നിഷേധികളായ ആളുകൾക്ക് പടച്ചോനുണ്ടല്ലേ, അവനാണ് ഇതൊക്കെ വരുത്തി തീർത്തത്, അതിനാൽ അവനിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ. ഒരു വിഭാഗം ലജ്ജയാൽ ഓടി ഒളിക്കുന്നുണ്ടാവും. ഇതൊക്കെ അള്ളാഹു നേരത്തെ പറഞ്ഞിട്ടും ഒന്നും ശ്രദ്ധിക്കാതെ നടന്ന് ജീവിതം തുലച്ചു കളഞ്ഞതല്ലേ, അതിനാൽ അവന്റെ കൺമുമ്പിൽ പെടാതെ എങ്ങനെ ഒളിച്ചു കളയാൻ പറ്റും എന്നായിരിക്കും ഒരു വിഭാഗം ആലോചിക്കാം. പിന്നെ ഐനൽ മഫർ, ഈ ഖിയാമത്തിന്റെ ഭയാനക രംഗങ്ങളിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കാൻ പറ്റും? ബോംബ് വന്ന് വീഴുമ്പോൾ എവിടെയാണ് ഒന്ന് കയറി ഒളിക്കാനുള്ള ഇടം? ഭൂകമ്പം സംഭവിക്കുകയാണ്, പ്രളയമുണ്ടാവുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ എവിടെയാണ് ഒരിടം എന്ന് ആലോചിക്കില്ലേ? എന്ന പോലെ സൂര്യൻ ചുരുട്ടപ്പെടുന്നു, ചന്ദ്രൻ അണഞ്ഞു പോകുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു, സമുദ്രങ്ങൾ കരകവിയുന്നു. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഐനൽ മഫർ, എവിടെയാണ് ഒരു അഭയസങ്കേതം എന്ന് മനുഷ്യൻ ആലോചിച്ചു പോകും. ഈ മഹാലോകത്ത്, ഒരുപാട് വിശാലമായി കിടക്കുന്ന ഈ ലോകത്ത്, ഈ ഭൂമി വിശാലമായിരിക്കെ തന്നെ മനുഷ്യൻ
വല്ലാത്ത ഇടുക്കം അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത്. അഥവാ മാനസികമായ പിരിമുറുക്കം, അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണ് ഐനൽ മഫർ എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ അതിഗുരുതരമായ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. വിശ്വസിക്കാനാവുന്നില്ലേ? വിശ്വസിച്ചേ പറ്റൂ, അല്ലേ? മഴ വരുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുമ്പോൾ ഈ കൊല്ലം മഴ ഇല്ല എന്നാണ് തോന്നുന്നത്, അമ്മാതിരി ചൂടാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി മഴ പെയ്യും. ഞാൻ കരുതിയത് ഇക്കൊല്ലം മഴയില്ല എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഇതേപോലെ പ്രകൃതിയിലെ മാറ്റങ്ങൾ പൊടുന്നനെ ആയിരിക്കും. അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്താണ് ഓരോന്നും സംഭവിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുക, മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നതല്ലാതെ മറ്റൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനില്ല. എപ്പോഴാണ് എന്ന ചോദ്യത്തിനപ്പുറത്ത് നീ എന്തൊരുക്കമാണ് നടത്തിയത് എന്ന് സ്വന്തത്തോട് ചോദിച്ച് ജീവിതത്തെ ശുദ്ധീകരിച്ച് വിശ്വാസവും കർമ്മവും ഏകീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനമാണ് പ്രധാനം. അങ്ങനെ പരലോകം ലക്ഷ്യമായി മാറുകയും സൽക്കർമ്മങ്ങൾ അതിലേക്കുള്ള മാർഗമായി മാറുകയും ചെയ്യുമ്പോൾ തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വെപ്രാളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭൂതിയോടുകൂടി അവർക്ക് അവരുടെ നാഥനെ പ്രാപിക്കാൻ സാധിക്കും. ഇൻഷാ അള്ളാഹ് അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, പരിപൂർണമായ വിശ്വാസത്താൽ ഞങ്ങളുടെ മനസ്സുകളെ ധന്യമാക്കണേ നാഥ. അള്ളാഹുവേ, പരലോകബോധം അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതിക ജീവിതത്തിൻ്റെ കേവലമായ തമാശകളിൽ നിന്ന്, ബാഹ്യമായ ആസ്വാദനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് ഉയരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുവാനും നന്മകളിൽ മുന്നേറുവാനും അവസരം നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.